ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ ഞാൻ പലപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം നന്ദി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെഴുതുന്നത് വളരെ നല്ലൊരു ശീലമാണ്. അതിൻ്റെ ഒരു കാരണം നമുക്ക് എന്തിനോടൊക്കെയാണ് നന്ദി തോന്നാൻ സാധ്യത, ജീവിതത്തിൽ പോസിറ്റീവായി സംഭവിച്ച കാര്യങ്ങളോടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പോസിറ്റീവാക്കുന്ന ഒന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഫീലിംഗ്. അപ്പം ഞാൻ എല്ലാ ദിവസവും അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് ആരാണെന്നറിയാമോ? എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ്. കാരണം എല്ലാ ദിവസവും എത്ര മനോഹരമായ കമൻറ്റുകളാണ് എനിക്ക് കിട്ടാറുള്ളത്. നെഗറ്റീവ് കമൻറ്റ്സ് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ, മിക്കവാറും പോസിറ്റീവ് കമൻറ്റ്സാണ്. അതുകൂടാതെ തന്നെ ചിലരെങ്കിലും ഫോൺ ചെയ്ത് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലും വലിയ ഗ്രോത്തുള്ള ചാനലൊന്നും അല്ല കേട്ടോ, പക്ഷേ വളരെ സ്റ്റഡി ആയിട്ട് വളർന്നു വന്ന ഒരു ചാനലാണ്. ഞാനൊരിക്കലും ഇതിനു വേണ്ടി മാർക്കറ്റ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ അടുത്ത ആളുകളിൽ പലർക്കും അറിയില്ല ഇങ്ങനൊരു ചാനലുണ്ടെന്ന് തന്നെ. ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ എടുത്തു കഴിയുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനൊരു ചാനലുണ്ട്, നിങ്ങൾ കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ നാച്ചുറലായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം. നമ്മുടെ സാധ്യതകൾക്കും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും ഒക്കെ മങ്ങലേൽപ്പിക്കുന്ന ഒരു മാനസിക ഭാവമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മൾ ഈ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് ശരിയായിട്ടുള്ള അർത്ഥത്തിലാണോ ഉപയോഗിക്കാറുള്ളതെന്ന് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് പറയുന്ന ഒരു വാക്കാണിത്. അയാൾക്ക് വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. പക്ഷേ ഈ പ്രയോഗം അത്ര ശരിയാണോ? മനഃശാസ്ത്രപരമായി ഈ വാക്കിനെ അപഗ്രഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: നമ്മുടെ അപര്യാപ്തതകളെക്കുറിച്ചുള്ള ഒരു ചിന്ത, ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ, അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു തോന്നൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ മോശക്കാരാണ്, ഇതെല്ലാം ചേരുന്നതിനെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ജീവിതത്തിൽ എല്ലാവരും എപ്പോഴെങ്കിലും കടന്നു പോകുന്ന ഒരു മാനസിക ഭാവമാണിത്. നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നവരാണ്, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സ്വാഭാവികമായ ഒരു മാനസികാവസ്ഥയാണ്. അതുമാത്രമല്ല, ഇത് സത്യത്തിൽ നമുക്ക് ഒരു പരിധിവരെ പ്രയോജനം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. ഞാൻ എറണാകുളം ജില്ലയിലെ പൊന്നുരുന്തി എന്ന് പറയുന്ന സ്ഥലത്തെ ക്രൈസ്റ്റ് ദ കിങ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. മലയാളം മീഡിയം സ്കൂളായിരുന്നു. അവിടെ നല്ല അധ്യാപകരും നല്ല പഠനാന്തരീക്ഷമൊക്കെ ആയിരുന്നു. ഞാൻ അവിടുത്തെ ഒരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറയാം. SSLCക്ക് ഹയസ്റ്റ് മാർക്ക്, എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം, സ്കൂൾ ലീഡർ. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വലിയ അഭിമാനമായിരുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിനായി ഞാൻ സെയിൻറ്റ് തെരേസാസ് കോളേജിലാണ് ചേർന്നത്. അത് സിറ്റിയിലെ വളരെ പ്രശസ്തമായ ഒരു വനിതാ കോളേജാണ്. പൊന്നുരുന്തി ഒരു ഗ്രാമപ്രദേശമായിരുന്നു അന്ന്. അവിടെ നിന്ന് നാഗരികതയുടെ കേളിരംഗമായി കലാലയത്തിലേക്കൊക്കെ ചെന്നപ്പോൾ ഞാനാകെ പകച്ചു പോയിട്ടോ. വല്ലാത്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പല കുറവുകളും എനിക്കുണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ്. ഞാനൊരു സീറോ ആണെന്ന് പോലും എനിക്ക് തോന്നി. അതിലെ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിജ്ഞാനക്കുറവാണ്. അവിടെ എല്ലാവരും ആഷ് പോഷ് ഇംഗ്ലീഷ് സംസാരിച്ച് നടക്കുമ്പോൾ ഞാനിങ്ങനെ എല്ലാത്തിൽ നിന്നും ആദ്യം ഒഴിഞ്ഞു നിന്നു. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുക്കാൻ സഹായിച്ചത് എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനക്കുറവ് എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു മാസം നന്നായിട്ട് പണിയെടുത്തിട്ടോ. ഒരു മാസം ഞാൻ കഠിനമായിട്ട് ശ്രമിച്ചു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങൾക്ക് കൃത്യസമയത്ത് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് വലിയ പ്രയോജനം ഉണ്ടായി. ഞാൻ ക്ലാസ്സിലെ ഒരു മിടുക്കിയായി മാറി. എൻ്റെ ഡിഗ്രിയിലെ അവസാന വർഷം ഞാൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സണായി. അവിടെ ഈ സ്ഥാനത്തിന് വേണ്ടിയൊക്കെ നല്ല മത്സരം നടക്കുന്ന ഒരിടമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ആദ്യം തോന്നിയ ആ ഒരു ഇൻഫീരിയോറിറ്റിയിലെ അതാണ് എൻ്റെ ലെവലൊന്ന് മാറ്റിയെടുക്കാൻ എന്നെ സഹായിച്ചത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും എപ്പോഴെങ്കിലും കടന്നു പോകുന്ന മാനസികാവസ്ഥയാണിത്.
നമുക്ക് മാത്രമുള്ളതല്ല. ഇത് ചിലരുടെ മാത്രം പ്രശ്നമല്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, നമ്മളെല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരവസ്ഥ, ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഈ മാനസികാവസ്ഥയോട് പൊരുതേണ്ടിയിരിക്കുന്നു. അതൊരു നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കുകയും വേണം. നമ്മുടെ സാധ്യതകൾക്കും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും മങ്ങലേൽക്കാത്ത തരത്തിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസൊക്കെ വായിച്ചപ്പോൾ എന്നെ ആകർഷിച്ച അതിമനോഹരമായിട്ടുള്ളൊരു വാചകമുണ്ട് കേട്ടോ. എലനോർ റൂസ്വെൽറ്റിൻ്റെ ഒരു മഹത്വചനം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിൻ്റെ ഭാര്യയാണ് എലനോർ റൂസ്വെൽറ്റ്. അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? നോബഡി ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിത്തൗട്ട് യുവർ കൺസെൻറ്റ്. നമ്മളെല്ലാവരും തന്നെ എപ്പോഴെങ്കിലും കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് പ്രശ്നമായി മാറുന്നത് എപ്പോഴാണ്? അത് നമുക്ക് ഫീൽ ചെയ്ത് അതേക്കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അതിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വാചകമാണല്ലേ, നമ്മുടെ സമ്മതമില്ലാതെ ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല. അതാണ് എലനോർ റൂസ്വെൽറ്റ് പറഞ്ഞത്. പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ മാനസികാവസ്ഥയോട് നമ്മൾ സഹകരിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാക്കി മാറ്റാനുള്ള ഒരു സമ്മതം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളിലൂടെ, സംസാരത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ. അതിലൊക്കെ മാറ്റം വരുത്തുകയാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. രണ്ടാമത്തെ കാര്യം, ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മളെ തന്നെ വിലയില്ലാത്തവരായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അതിനെ ലോ സെൽഫ് റിഗാർഡ് എന്ന് പറയും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമുക്കറിയാം എല്ലാവർക്കും തെറ്റുകൾ പറ്റും. എന്നാലും ഞാനിങ്ങനൊരു ഫൂളായി പോയല്ലോ, അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. തെറ്റുപറ്റി തെറ്റ് തിരുത്തുക, അതല്ലേ നമ്മൾ ചെയ്യാനുള്ളത്. ഒരു പെർഫോമൻസ് നടത്താൻ പോകുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇതിനകത്ത് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായേക്കാം, അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് സഹകരിക്കണം. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ ഓഡിയൻസിൻ്റെ മനോഭാവം തന്നെ മാറ്റിക്കളയും. അവർ പിന്നെ നോക്കുക എന്തൊക്കെയാണ് കുറ്റങ്ങളും കുറവുകളും. ചിലരെങ്കിലും വിചാരിക്കും, ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സമയം മെനക്കെടുത്തണോ? ചില ആളുകൾ ജോലി ചെയ്തിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, എനിക്കിതൊന്നും ചെയ്ത് വലിയ ശീലമൊന്നുമില്ല കേട്ടോ, എനിക്കറിയില്ല ഇത് ശരിയായോ എന്ന്. ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അതേ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ പറയൂ, നമുക്കത് ശരിയാക്കാം. അങ്ങനെയാണ് ആത്മവിശ്വാസമുള്ളവർ സംസാരിക്കുക. ഇങ്ങനെയുള്ള രീതികൾ നമ്മൾ ശീലിക്കണം. അങ്ങനെ നമ്മുടെ സംസാര ശൈലികളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുക. മൂന്നാമത്തെ കാര്യം, ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലൊരു വ്യക്തി ഭൂമിയിൽ വേറെ ഇല്ലല്ലോ. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ കുറവുകളും കഴിവുകളും ഉണ്ടാവും. നമ്മുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്ത് അത് വളർത്താനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാവണം. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചില കുറവുകൾ നമുക്ക് ഉണ്ടായേക്കാം. എല്ലാ കുറവുകളും മാറ്റിയെടുക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മളെല്ലാവരും ഒരുപോലെയല്ലല്ലോ. കുറവുകൾ നികത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് നമുക്ക് ശ്രമിക്കാം. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതിന് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് അപ്രീസിയേഷൻ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പ്രശ്നമാകാനുള്ള ഒരു കാരണം എന്താണെന്നോ? സെൽഫ് അപ്രീസിയേഷനോടുള്ള ഒരു വിമുഖത. അതെന്തോ കുഴപ്പമാണെന്നുള്ളൊരു ധാരണ. എൻ്റെ പ്രത്യേകതകൾ, എൻ്റെ കഴിവുകൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്കാകണം. ഒരു കാര്യം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് വേണ്ട തരത്തിൽ സ്വീകരിക്കാനും നമ്മൾ പഠിക്കണം. പാട്ട് നന്നായിരുന്നു എന്ന് പറയുന്ന ആളോട്, അതെൻ്റെ ഗുണമൊന്നുമില്ല, അത് സൗണ്ട് സിസ്റ്റം വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ പാട്ടിൻ്റെ വരികൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മളെ ഒരാൾ അംഗീകരിക്കുമ്പോൾ അത് സസന്തോഷം സ്വീകരിച്ചൊരു താങ്ക് യു പറയുക. അതൊക്കെയാണ് അതിൻ്റെ രീതി. നാലാമത്തെ കാര്യം, ഈ സോറി എന്നുള്ള വാക്കില്ലേ, അത് വളരെ കരുതലോടുകൂടി ഉപയോഗിക്കുക. ചില ആളുകൾ എന്തിനും ഏതിനും സോറി പറയുന്ന കണ്ടിട്ടില്ലേ? ഒരു അഭിപ്രായം പറയേണ്ടി വന്നാൽ പോലും അവരൊരുപാട് ക്ഷമാപണത്തോടുകൂടിയാണ് അഭിപ്രായം പറയുക. ഞാനിങ്ങനെ പറയേണ്ടി വന്നതിൽ നല്ല വിഷമമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുക. അത് സ്വീകരിക്കാനും സ്വീകരിക്കാതെ ഇരിക്കാനുമുള്ള
ഒരു റൈറ്റ് മറ്റുള്ളവർക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ചില രീതികളാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ആത്മവിശ്വാസക്കുറവ്. സോറി പറയുന്നത് എപ്പോഴായിരിക്കണം? നമ്മുടെ ഒരു തെറ്റുകൊണ്ട് മറ്റേയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി പറയേണ്ട ഒരു വാക്കാണ് സോറി. 5ാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ വ്യക്തികളെ വ്യക്തികളായിട്ട് കാണുക. ഒരിക്കലും സ്ഥാനമാനങ്ങളുമായിട്ട് ആളുകളെ ബന്ധപ്പെടുത്താതിരിക്കുക. എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു രീതി. ഓരോ വ്യക്തിയും ഓരോ തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. ആവശ്യത്തിൽ കവിഞ്ഞൊരു ഭവ്യത, അത് നമ്മുടെ അപകർഷതാബോധത്തെ വളർത്തിയെടുക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ സ്ഥാനം കുറഞ്ഞവരെന്ന് കരുതുന്ന ആളുകളില്ലേ, അവരിൽ നിന്നും ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കും. അത് നടക്കാതിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാകും. അപകർഷതാബോധമുള്ള പലരും അങ്ങനെ പരാതിപ്പെടുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല, ചിലർ നടപടിയെടുക്കാനൊക്കെ ശുപാർശ ചെയ്യും. ഇതെല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഇതാണ്. നമ്മൾ വ്യക്തികളെ വ്യക്തികളായിട്ട് കാണാതെ സ്ഥാനമാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അവരോട് പെരുമാറുന്നു. എല്ലാ വ്യക്തികളും വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക. 6ാമത്തെ കാര്യം, ഈ മറ്റുള്ളവരെക്കുറിച്ച് മുൻവിധികളുണ്ടാക്കി സ്വയം വില കളയുന്ന ചിലരുണ്ട്. അത് അപകർഷതാബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിലരിങ്ങനെ പറയാറില്ലേ, അല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിന് ആരും ഒരു വിലയും തരാറില്ല, നമ്മളെയൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ആരും ശ്രദ്ധിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗില്ലേ, അതൊരിക്കലും നമ്മൾ പറയരുത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇത് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഈ ഒരു മാനസിക ഭാവത്തോട് നമുക്ക് പൊരുതിക്കൊണ്ടേയിരിക്കാം. ഒരു പ്രത്യേക അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതിന് പരിശീലനം നമ്മളെ ഒരുപാട് സഹായിക്കും. എൻ്റെ ചാനലിൽ കാണുന്നവർക്കായി ഞാൻ അങ്ങനെ ഒരു പരിശീലന പരിപാടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് എന്നാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പേര്. അടുത്ത ട്രെയിനിങ് നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ 12 തുടങ്ങി 19 വരെ 8 ദിവസം തുടർച്ചയായിട്ട് ഓൺലൈനിലാണ് പ്രോഗ്രാം. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളവർ 9388605198 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ഇപ്പോൾ കുറേ ബാച്ചസ് ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.